ഇന്ന് ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് കണിക്കൊന്ന വെച്ച് പടക്കം വാങ്ങാൻ പോണ വീഡിയോ ഉണ്ട്. അത് എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു കണിക്കൊന്ന മരമുണ്ട്. അവിടുന്ന് കണിക്കൊന്ന വലിച്ച് നമ്മൾ നേരെ റോട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഞങ്ങൾ ആദ്യം കണിക്കൊന്ന വെച്ചപ്പോൾ ആരും വരുന്നുണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ മെല്ലെ മെല്ലെ ആൾക്കാർ വരാൻ തുടങ്ങി. ഒരാറിനാണെങ്കിൽ 20 രൂപ കണിക്കൊന്ന 10 എണ്ണം വാങ്ങി. അപ്പൊ തന്നെ ഞങ്ങൾക്ക് 200 രൂപ കിട്ടി. മെല്ലെ മെല്ലെ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. ഞങ്ങൾ 4 മണിയാകുമ്പോൾ കൊണ്ടുവന്ന കണിക്കൊന്ന 8 മണിയാകുമ്പോഴേക്ക് ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ കണിക്കൊന്നും വിറ്റ് തീർന്നു കേട്ടാ. ആദ്യം കണിക്കൊന്ന വെക്കാൻ വന്നപ്പോൾ ഇത്രയും കണിക്കൊന്ന വിറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല. ഇപ്പൊ ഈ പൈസയും കൊണ്ട് ഞാൻ പടക്കം വാങ്ങാൻ പോവാണ്. ഇപ്പൊ പടക്കമൊക്കെ വാങ്ങി തിരിച്ച് വീടെത്തി. 400 രൂപയുടെ ഒരു കിറ്റാണ് ഞാൻ വാങ്ങിയത്. ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് അതിൽ എന്തൊക്കെയുണ്ട് നോക്കണം. അതിലാണെങ്കിൽ 3 ചീനിപ്പടക്കത്തിന്റെ പാക്കറ്റും ഒരു ഓലപ്പടക്കത്തിന്റെ പാക്കറ്റും. ഇതാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇത്ര കാലം അമ്മയുടെ പൈസയും കൊണ്ട് ഞാൻ പടക്കം പൊട്ടിക്കുമ്പോൾ ഇന്ന് എന്റെ പൈസയും കൊണ്ടാണ് അമ്മ പടക്കം പൊട്ടിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു സന്തോഷവും. ഈ സന്തോഷം വേറെ എവിടുന്നും കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ വിഷു എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിഷുവായി മാറി. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു ഹാപ്പി വിഷു.